കുട്ടികലാശത്തിന് ആവേശക്കാഴ്ചകൾ ആരൊക്കെയാണ് നമുക്കൊപ്പം പങ്കുവയ്ക്കുന്നത് നോക്കാം. അഭിലാഷ് മോഹനുണ്ട്, അക്ഷയുണ്ട്, ബിജു പങ്കജുണ്ട്, AK സ്റ്റെഫിനുണ്ട്, ജി പ്രസാദ് കുമാറുണ്ട്, എസ് രാഗിനുണ്ട്, ഗൂഗിൾ BS ഉണ്ട്. അങ്ങനെ നീണ്ട നിരയാണ് നമുക്കൊപ്പം വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവരും പലയിടങ്ങളിലായി കാത്തു നിൽക്കുന്നു. ഇതിനോടകം തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ എല്ലാവരും നമ്മളുമായി പങ്കുവെച്ചു കഴിഞ്ഞു. പല ക്യാമ്പുകളിൽ നിന്ന് രാഹുൽ ഓടി നടക്കുന്നു വോട്ട് പിടിക്കാൻ. സരിൻ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കുട്ടിക്കലാശത്തിന് തയ്യാറെടുക്കുന്നു. ശ്രീകൃഷ്ണകുമാറും വോട്ടുപിടുത്തത്തിന്റെ തിരക്കിലാണ്. അങ്ങനെ എല്ലാ കാഴ്ചകളും ഇപ്പോൾ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ്. ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് അണികൾ ഓരോരുത്തരായി എത്തി തുടങ്ങിയിരിക്കുന്നു. ആദ്യം UDF അണികളാണ് എത്തുന്നത് അല്ലേ? ബസ് സ്റ്റാൻഡ് പരിസരത്ത് നമ്മൾ കാണുന്നത് ആദ്യം UDFന്റെ അണികളാണ്. മാത്രമല്ല നേരത്തെ അഭിലാഷ് പക്ഷേ സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു പരിച്ഛേദം, 14 ജില്ലയുടെയും ഒരു പരിച്ഛേദം അവിടെ കാണാമായിരുന്നു. പാലക്കാട്ടുകാരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കേണ്ടി വന്നു. വിളിച്ചു ചോദിച്ചിട്ട് പോലും പാലക്കാട്ടുകാരുണ്ട്, പക്ഷെ പാലക്കാട്ട് മണ്ഡലത്തിലെ പാലക്കാടുകാരൊക്കെ വീട്ടിലിരുന്ന് എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടിക്കലാശം എന്നൊക്കെ കാണാമെന്ന് വീട്ടിലിരുന്ന് ടെലിവിഷൻ സ്ക്രീനിൽ കാണാൻ തീരുമാനിച്ചു. വരട്ടെ അതിഥികൾക്ക് സ്ഥലം കൊടുക്കുകയായിരിക്കും. ഒരുപക്ഷെ അവിടുത്തെ ആളുകളൊക്കെ ഈ റോഡ് ഷോയുടെ ഭാഗമായി മറ്റേതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ സംഘടിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നാണല്ലോ അവർ റോഡ് ഷോ ആയി ഇങ്ങോട്ട് വരിക. ഇപ്പോൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ മറ്റിടങ്ങളിലെ ആളുകളാണ്. അവർക്കാർക്കും പക്ഷെ വോട്ടുമില്ല. ഞങ്ങൾ ഉറപ്പായി ജയിപ്പിക്കുമെന്ന് പറയുന്നു, ശ്രീകൃഷ്ണനെ ജയിപ്പിക്കുമെന്ന് പറയുന്നു, രാഹുലിനെ ജയിപ്പിക്കുന്നു. പക്ഷെ അവരാരും അവിടുത്തെ വോട്ടറല്ല. അഭിലാഷ് കേൾക്കാമോ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ആള് കൂടിയെന്ന് തോന്നുന്നു. ആകാശ ദൃശ്യങ്ങളിലൊക്കെ ആൾക്കൂട്ടം നമുക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും രതീഷ്, ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ മുന്നണികളുടെ പ്രവർത്തകർ അവരുടെ കൊടികളുമായി, തോരണങ്ങളുമായി, പ്രചരണ വസ്തുക്കളുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ സ്ക്രീനിൽ കാണാം എന്ന് തോന്നുന്നു. പതുക്കെ ആ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് വരികയാണ്. കൊട്ടിക്കലാശത്തിന് ഇനിയും സമയമുണ്ട്. 3 മണിക്കൂർ ഇനിയും പരസ്യ പ്രചാരണത്തിന് ബാക്കിയുണ്ട്. എങ്കിലും ആളുകൾ വളരെ അത്യാവേശപൂർവ്വം ഇതിനോടകം തന്നെ നമുക്ക് ഇവിടങ്ങളിൽ എത്തിക്കഴിഞ്ഞു, നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാം. നേരത്തെ കുറെ നേരമായിട്ടേ ദിവിഷേട്ടൻ അവിടുത്തെ ക്രെയിൻ വരുമോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രെയിൻ നേരത്തെ പോയിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവുന്നത്. സ്ഥിരമായി നമ്മളെ കാണാറുള്ളത് BJP സ്ഥാനാർത്ഥികൾക്കാണ്. കൂടുതൽ ഉയരമെന്നതാണ് കൗതുകം. മിക്കവാറും BJP സ്ഥാനാർത്ഥികൾക്കാണ് നമ്മൾ ഈ ക്രെയിൻ കാണാറ്. ഇന്നും അങ്ങനെ തന്നെയാണോ അവിടെ? അല്ല, ഇവിടെ ഇപ്പോൾ 3 മുന്നണികളുടെയും പ്രവർത്തകർ പതുക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. LDFന്റെ പ്രകടനം അവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ മറ്റ് 2 മുന്നണികളുടെയും പ്രവർത്തകർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ പതുക്കെ ആവേശത്തിലേക്ക് കടക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ എത്ര പാലക്കാടുകാർ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ. പാലക്കാടുകാരുണ്ടോ ഇവിടെ എന്ന് ചോദിക്കേണ്ടി വരും. പാലക്കാട് ആരെങ്കിലും ഉണ്ടോ? പാലക്കാട് എവിടെ? പുതുപ്പള്ളി. പാലക്കാട് ടൗണില്. വേറെ പാലക്കാട് വോട്ടുള്ള ആരെങ്കിലും? വേറെ ജില്ല? ആലപ്പുഴ. അടുത്ത ജില്ല? തൃശ്ശൂർ ജില്ല, മലപ്പുറം. വേറുണ്ടോ? വയനാടിന്റെ ഒരു കാര്യം, ഇന്ന് 658 കോടി ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ട് ഞാൻ വയനാട് ആദ്യം ദുഃഖത്തോട്, നാളെ ഞങ്ങൾ ഹർത്താലാചരിക്കുന്ന, ഇന്ന് ഒരു നയാ പൈസ പോലും ആ പാവങ്ങൾക്ക് നൽകാൻ പറ്റാത്ത മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാലക്കാടിലെ ജനങ്ങൾ വിധിയെഴുതും. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ഭൂരിപക്ഷം ജയിപ്പിക്കൂ. ഇത് കേരളത്തിന്റെ പ്രതിരോധമാണ്. മുഖ്യമന്ത്രിയാണോ പൈസ തരാത്തത്? കേന്ദ്ര സർക്കാരോ? കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെ കിട്ടാനുള്ള വീതം കിട്ടിയെങ്കിൽ കേരള സർക്കാർ ഇന്ന് വന്നിരിക്കുന്ന 658 കോടി കിട്ടിയിരിക്കുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിരിക്കുന്ന ഒരു പൈസ പോലും ആ പാവങ്ങൾക്ക് നൽകാതെ ജനങ്ങളെ പറ്റിക്കുന്ന പിണറായി വിജയനെ സർക്കാരിനെതിരെയുമുള്ള ശക്തമായ വിധിയെഴുത്ത് പാലക്കാട് ജനങ്ങൾ നൽകുന്നു. ഒരു സംശയമുണ്ട്, 15,000 വോട്ടിന് രാഹുൽ ജനരോഷം എന്ന് പറയണോ UDF പ്രവർത്തകരുടെ രോഷം എന്ന് പറയണോ? അഭിലാഷേ, 2 ദിവസം മുമ്പ് വരെ കിട്ടിയത് നമ്മുടെ ജനത്തിൽ നിർത്തായിരുന്നല്ലോ. നല്ല ആവേശമാണ് സ്ഥലം പിടിച്ചിരിക്കുന്നത്. അതെ, ഇത് UDF പ്രവർത്തകരുടെ കൂട്ടമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന UDF പ്രവർത്തകരുടെ കൂട്ടമാണ്. രാജ്യത്തിന്റെ ഉണ്ടാവും കേട്ടോ, പറയാൻ പറ്റില്ല. രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടാവും. കോൺഗ്രസ്സുകാരുണ്ടാവും ഇവിടെ. അഴിമതിയില്ലാത്ത കേരളത്തെ ഏറ്റവും മുൻനിര രീതിയിൽ ഭരണം നടത്തുന്ന പിണറായി സർക്കാരിന് P.Sarin 15,000 വോട്ടിന് 15,000 വോട്ട് ജയിപ്പിച്ചിരിക്കും. സരിൻ ബ്രോ 15,000 ചിഹ്നമില്ല, പിന്നെ എങ്ങനെ ഒറ്റപ്പെട്ട വ്യാജ ഐഡി കാണും, വ്യാജ വോട്ടൊന്നും ജയിക്കൂല.
പി സരിൻ 15,000 സരിൻ ജയിക്കുന്നാണ് പറഞ്ഞേ. ഒറ്റയാൾ പട്ടാളമാണ് UDF-കാരുടെ ഇടയിൽ അല്ലേ? പി സരിൻ 15,000 വോട്ട് ജയിച്ചിരിക്കുന്നു. 15,000 വോട്ട് 15,000 വോട്ട് 15,000 വോട്ട് ഓരോട്ടമുള്ളെന്ന് മനസ്സിലായില്ലേ? ഓരോട്ടമുള്ളെന്ന് മനസ്സിലായില്ലേ? ഇവിടെ UDF എന്തായാലും നമുക്ക് ഈ ആവേശത്തിൽ നിന്ന് മനസ്സിലാവും ഈ ആളുകളാണെങ്കിൽ ഈ പാലക്കാട്ടെ വോട്ടർമാരല്ല എന്നുള്ളതാണ് വേറൊരു തമാശ. എങ്ങനെ സംസ്ഥാനത്തിന്റെ ആവേശം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്കിതാ ഈ പറഞ്ഞ ആളുകളുടെ ആവേശത്തിൽ തന്നെ വ്യക്തമാണ്. ഈ സരിനെക്കൊണ്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യരുത്. കാരണം ജനങ്ങൾക്ക് ഏറ്റവും കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു ദിവസം സ്ഥാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് മറു രാഷ്ട്രീയ സ്ഥാനത്തേക്ക് വരുന്ന ഇതിന്മേൽ ഇപ്പൊ തന്നെ കത്തി കയറുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്താവുമായിരിക്കും ഇവിടെ എന്നാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. നിങ്ങൾ നോക്കിയോ ഒരു വോട്ടറുണ്ട്. വോട്ടർ ഒന്ന് കണ്ടോട്ടെ. ചേട്ടൻ വന്നേ. ഇവിടെ മൊത്തം ബാക്കി ജില്ലക്കാരാ. ഇവിടെ ആര് ജയിക്കും? വോട്ടറാണോ? കോൺഗ്രസ് വരും. ചേട്ടൻ വോട്ടറാണോ? ഒറ്റ വോട്ടറുള്ളൂ ഇവിടെ. ഒറ്റ വോട്ടർ ആ ചേട്ടനാണ് താഴെ ഒരു ദൃശ്യത്തിൽ ശോഭാസുരത്തിലാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഇത്രയധികം പ്രാദേശികവാദങ്ങൾ പറയാൻ തുടങ്ങിയപ്പോ സരിൻ പാലക്കാട്ടുകാരനൊക്കെയാണെങ്കിൽ സരിൻ തൃശ്ശൂരായിരുന്നു പറഞ്ഞത്. തൃശ്ശൂർ ജില്ലയാണ്. രാഹുൽ പത്തനംതിട്ടക്കാരൻ. എനിക്കോട് അങ്ങനെയാണെങ്കിൽ സി കൃഷ്ണന്മാരാണ് പാലക്കാട്ടുകാരൻ. പ്രാദേശികവാദമൊക്കെ അടിച്ചു വിടുകയാണല്ലോ ആളുകൾ. മാത്രമല്ല അല്പപ്രായമുള്ള അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ സരിൻ ബ്രോ. തെരഞ്ഞെടുപ്പായിട്ടില്ല, ഉപതെരഞ്ഞെടുപ്പായിട്ട് ആരും വിട്ടുകൊടുക്കുന്നില്ലല്ലോ.